ഈ സാധനം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലല്ല വണ്ടി നല്ല കണ്ണാടി പോലെ തിളങ്ങും. കിട്ടില്ല പ്രൊഡക്റ്റ്. വെറും 1500 രൂപ ഉള്ള സംഭവം. പൊളി സാധനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി കഴുകാനായിട്ട് പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. വെറും 1500 രൂപയ്ക്ക് ഞാൻ ഓൺലൈൻ മേടിച്ച ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. വണ്ടിയുള്ളവർക്കറിയാം, മഴക്കാലം ആകുമ്പോൾ തന്നെ വണ്ടിയിൽ മൊത്തം ചെളിയാണ്. നമ്മൾ എത്ര കഴുകിയാലും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഇതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഡിസ്കിൻ്റെ അവിടെയൊക്കെ ചെളിയൊക്കെ ഇരിക്കുന്നുണ്ടോ, അതുപോലെ അഴുക്ക്. നമ്മളിത് കൈകൊണ്ട് ഓസൊക്കെ വെച്ച് കഴുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഊപ്പാട് തിരിയും. കഴിഞ്ഞ ആഴ്ച ഞാൻ കഴുകിയതാണ്. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ അതിനകത്ത് കണ്ട ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. കിഡില്ല സാധനമാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. അതിൻ്റെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്, ടൂൾ ബോക്സ് പോലെ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള പാക്കിങ്ങിലാണ് സംഭവം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഒരു കാർഡുണ്ട്, മെനു കാർഡ്. അതിനകത്ത് അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണിക്കാം. പിന്നെ അതിനകത്ത് വരുന്നത് നമുക്ക് ഈ ഫോം സ്പ്രേ ചെയ്യാനുള്ള ഒരു ഡപ്പി വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കുന്ന ആ ഒരു പൈപ്പ്. പിന്നെ അതുപോലെ ഇതാണ് അതിൻ്റെ ഗണ്ണ് വരുന്നത്. സംഭവം നമ്മൾ വിചാരിച്ച പോലെ അത്യാവശ്യം നല്ല പെർഫോമൻസുള്ള അടിപൊളി ഗണ്ണാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് വരുന്നത് ഒരു പൈപ്പ് വരുന്നുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി വരുന്ന ഒരു അടിപൊളി പൈപ്പ്. പിന്നെ അതിനകത്ത് ബാറ്ററിയാണ് വരുന്നത്. ഏകദേശം 48 വോട്ടിൻ്റെ ലിഥിയത്തിൻ്റെ ഒരു ബാറ്ററിയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 2 ബാറ്ററി ഉണ്ട്. അതിൻ്റെ ചാർജ് ചെയ്യാനുള്ള ചാർജറോട് അതിനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളം, നമ്മൾ ബക്കറ്റിൽ നിന്നാണ് വെള്ളം സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അഴുക്കൊന്നും കയറി അടയാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഫിൽറ്റർ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യാൻ രണ്ട് രീതിയിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു നോബ് 2 നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ നമുക്ക് ഗണ്ണിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറോട് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഗണ്ണ് എടുത്തിട്ട് ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ ആ പൈപ്പാണ് നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. ജസ്റ്റ് അതൊന്ന് തിരിച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ പ്രൊഡക്റ്റ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒരുപാട് ബലമൊന്നും പിടിക്കരുത്. അത്യാവശ്യം ബലം പിടിച്ച് അത് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാനുള്ള നോബ് അതിനകത്ത് കണക്ട് ചെയ്യണം. അത് ജസ്റ്റ് ബാക്കിലോട്ട് ഇങ്ങനെ വലിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒരു ക്ലിപ്പ് പോലെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അതിനകത്ത് സെറ്റാണ്. പിന്നെ അതിനകത്തൊരു ബാറ്ററി നമ്മൾ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി അതിനകത്ത് സെറ്റായിരിക്കും. പിന്നെ അതിൻ്റെ പൈപ്പ് എടുത്തിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഗണ്ണിലേക്ക് കണക്ട് ചെയ്യാനുള്ള രീതിയിൽ അത് ചെയ്യുക. ജസ്റ്റ് അതൊന്ന് അതിൻ്റെ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് തള്ളി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ബാക്കിൽ നിന്നുള്ള ഇത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വേറെ പരിപാടിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പതുക്കെ ചെയ്യണം. ഒരുപാട് ബലം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അടുത്ത് നമ്മളതിൻ്റെ ഫിൽറ്ററാണ് അതിനകത്ത് സെറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ പൈപ്പിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് തള്ളി വെച്ച് കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്കൊരു ടേപ്പോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിക്കാം, അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അതിൻ്റെ പരിപാടി തീർന്നു. അപ്പോൾ അങ്ങനെ ട്യൂബിൻ്റെ 2 സൈഡ് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഒരു സൈഡ് ആ ഓറഞ്ച് കളർ കാണുന്നത് ഗണ്ണിലേക്കും മറ്റേത് നമ്മൾ വെള്ളത്തിലേക്കും മുക്കുന്ന ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് ഗണ്ണെടുക്കാം. ഗണ്ണെടുത്തിട്ട് നമ്മളത് സെറ്റ് ചെയ്യുക അതിനകത്തേക്ക്. ആ ഓറഞ്ച് കളർ ഭാഗം ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വലിച്ചിട്ട് ജസ്റ്റ് അതിനകത്തേക്ക് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അതിനകത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഗണ്ണ് സെറ്റ് ചെയ്യുന്ന പരിപാടി ഇത്രേ ഉള്ളൂ. ഇതുപോലെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ താഴത്തെ നമ്മൾ ഫിൽറ്ററൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണ്ണിൻ്റെ പരിപാടി തീർന്നു. സിമ്പിൾ പരിപാടിയാണ്, അത്ര വലിയ ഇതൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് ഫോമിൻ്റെ ബോട്ടിലും സെറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് വെച്ച് ജസ്റ്റ് ഒരു ക്ലിപ്പാണ് അതിൻ്റെ ലോക്ക്. എന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള നോബിൻ്റെ പോലെ സെയിം ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് വലിച്ചിട്ട് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും.
ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അതിനകത്ത് നമ്മൾ ആ ഫിൽറ്ററിൻ്റെ ഭാഗം ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അതിനകത്ത് മുക്കി വെച്ചാൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് അത് എടുക്കുക, പ്രസ് ചെയ്യുക. ആദ്യം കുറച്ച് ഒരു ടൈം എടുക്കും വെള്ളം പമ്പ് ചെയ്ത് വരാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല ഫോഴ്സിലാണ് സംഭവം വരിക. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ക്ലീനായിട്ട് വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് നമ്മൾ വണ്ടിയുടെ അഴുക്കുള്ള ഭാഗത്തേക്ക് നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ അഴുക്ക് പോകുന്നത് കാണാൻ പറ്റും. വെറുതെ നമ്മൾ വാട്ടർ സർവീസൊക്കെ ചെയ്ത് 150 കൊടുക്കുമ്പോൾ ഈ സാധനം പറഞ്ഞാൽ മേടിക്കുകയാണെങ്കിൽ 10 പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് ഈ പൈസ മുതലായി. അത്യാവശ്യം നല്ല ഫോഴ്സിലായതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ബാറ്ററിയുടെ ഉപയോഗം മാത്രമല്ല, ചാർജബിളാണ്, അതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. നല്ല രീതിയിൽ അഴുക്ക് നമ്മുടെ വണ്ടിയിൽ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ വെറും 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കിടിലം പ്രൊഡക്റ്റാണ് സംഭവം. ഇതുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡെയിലി വണ്ടി കഴുകാം. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഓൺലൈൻ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ പമ്പ് ചെയ്ത് നമ്മുടെ അഴുക്കൊക്കെ വണ്ടിയിൽ നിന്ന് പോകുന്നതായിരിക്കും ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കൊന്ന് ഫോം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൽ വന്നിട്ടുണ്ട്. സംഭവം ജസ്റ്റ് സൈഡിലേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഷാമ്പു ആണ് ഫില്ല് ചെയ്യുന്നത്. കാർ വാഷിന് ഉപയോഗിക്കുന്ന ചെറിയ ഷാമ്പു ഉണ്ട്, അതാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് അതിനകത്ത് ഒഴിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് കവർ ഷാമ്പു നമ്മൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് പമ്പ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയാം. അടിപൊളി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സംഭവം 15 വരുന്നുണ്ട്. അത്ര നമ്മൾ സാധാരണ നമ്മൾ ഈ ഇതിൽ കാണുന്ന രീതിയിൽ അത്ര വലിയ പതിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സംഭവം വരുന്നുണ്ട്. ഷാമ്പൂവിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി അത് ജസ്റ്റ് വി ഷേപ്പിൽ സ്പ്രേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നോബോർഡ് ഉണ്ട്. അതുകൂടെ സെറ്റ് ചെയ്തിട്ട്
വണ്ടി മൊത്തത്തിൽ കഴുകി നല്ല കുട്ടപ്പനാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ആകെ ഞാൻ ഉപയോഗിച്ചത് വെറും 2 ബക്കറ്റ് വെള്ളം ഉപയോഗിച്ചിട്ടുള്ളൂ. മറ്റേതാണെങ്കിൽ വെള്ളം മൊത്തം നിറയും, കഴുകുന്ന സൈഡ് മൊത്തം. ഇതാകുമ്പോൾ അധികം വെള്ളവും നമുക്ക് ചിലവ് വരുന്നില്ല. വളരെ സിമ്പിൾ പരിപാടി. ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഫോം അടിച്ചതിന് ശേഷം, മീൻസ് ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു തുണിയിട്ട് വേണമെങ്കിൽ ഒന്ന് തുടച്ചു കൊടുക്കാമെന്നല്ലാതെ വേറെ എത്ര വലിയ പണികളൊന്നും നമുക്ക് ഇതിനകത്ത് കാണുന്നില്ല. അടിപൊളി സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോ എടുക്കാനുള്ള കാരണം. നിങ്ങൾക്കിത് മേടിക്കുകയാണെങ്കിൽ ചെറിയ തുകയ്ക്ക് സംഭവം നമുക്കൊരു 1500 രൂപ എന്ന് പറയുമ്പോൾ അത്ര വലിയ റേറ്റ് ഒന്നും പറയാനായിട്ടില്ല. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അത്യാവശ്യം നല്ല അടിപൊളി, നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട്. അഴുക്കെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു തുണി ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച്, അതായത് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം വണ്ടി കണ്ട അവസ്ഥ നിങ്ങൾക്ക് വീഡിയോ ആദ്യം കണ്ടവർക്ക് മനസ്സിലാവും. അതിനകത്ത് ആ ചെയിൻ സോക്കറ്റ് അതുപോലെ തന്നെ ഡിസ്കിൻ്റെ ഭാഗത്തൊക്കെ ഫുള്ള് ചെളിയായിരുന്നു. സംഭവം എല്ലാം ക്ലീൻ ആയിട്ട് നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 1500 രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അടിപൊളി വേർത്തായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ, അതായത് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വാങ്ങുക, ഉപയോഗിക്കുക, അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.